എന്നെ സംബന്ധിച്ച് അധികം വർക്കുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഓരോ പുതിയ വർക്ക് വരുമ്പോൾ അതെനിക്കൊരു പുതിയ അനുഭവമാണ്, ഒരു പുതിയ അറിവാണ്, അഭിനയിക്കുന്നതിലുള്ള വ്യത്യസ്തതയും ഒക്കെ. അപ്പോൾ ഇത് നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതണു. അതിൽ മുഴുവൻ സങ്കടമായിട്ടുള്ളൊരു ഇതാണ്. എന്നിരുന്നാലും ആ ഒരു കുറച്ച് സീനിലാണെങ്കിലും നന്നായി ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡാൻസ് ടീച്ചറാണ് ഞാൻ. ആക്ച്വലി ഡാൻസ് ടീച്ചറാണ്, പ്രൊഫഷണൽ ഡാൻസാണ്. അഭിനയത്തിലോട്ട് വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ചെറുപ്പം മുതലേ അഭിനയിക്കാനൊക്കെ വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു സമയമായപ്പോഴൊക്കെയാണ് അഭിനയത്തിലോട്ടൊന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ കുറച്ചുകൂടി ഇമോഷണലായിട്ട് വരുന്നതാണ് ഫുൾ. അതെ അതെ. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു? ആക്ച്വലി എനിക്കത് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. ഞാൻ ഈ ഇടയ്ക്ക് 2-3 വർക്ക് ചെയ്തതും സെയിം അത് മീൻസ് ഒരു വിഷമമുള്ളൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരുന്ന 2-3. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം എനിക്ക് ആ ഒരു പ്രാക്ടീസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു ചെയ്യാനുള്ള. അപ്പോൾ എനിക്കത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. വിഷമം ചില സീനിൽ ചിലപ്പോഴൊക്കെ നമുക്കൊന്ന് സീൻ കഴിഞ്ഞ് ഒരു കട്ടൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ആ ഇമോഷനിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. പിന്നെ വീണ്ടും അതിലോട്ട് തിരിച്ചു വരാൻ കുറച്ച് ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്കത് കവർ ചെയ്യാൻ പറ്റി എന്നാണ് വിശ്വസിക്കുന്നത്. ശരിക്കും ഇങ്ങനത്തെ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ മാനസികാവസ്ഥ? ഞാനത് നമ്മൾ ഒരു ക്യാരക്ടർ ആവുമ്പോൾ കൂടുതലായിട്ട് അതിലോട്ട് ഡീപ്പായിട്ട് പോകണമല്ലോ. അപ്പോൾ നമുക്ക് ആ വിഷമം ഉള്ളിലോട്ട് കിട്ടണമെങ്കിൽ ഞാൻ ആ ക്യാരക്ടറായിട്ട് ശരിക്കും ജീവിക്കണം. അപ്പം ഞാനും അതേ ഇതിൽ തന്നെ എടുത്തു. എൻ്റെ ഫാമിലി അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെ ഒരു ഹസ്ബൻഡാണുള്ളത്. അപ്പോൾ ആ ഒരു ഇമോഷൻ ഞാൻ കൂടുതൽ എൻ്റെ മനസ്സിലോട്ടിട്ട് ആ ഇമോഷൻ വരുത്താനാണ് ശ്രമിച്ചത്. അപ്പോൾ അത് ചെയ്യാൻ സാധിച്ചു. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എല്ലാവരും വലിയ ആർട്ടിസ്റ്റുകളാണ്. ഷിബുചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, പിന്നെ ഷൈനി ചേച്ചി ഇത്രയേറെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഷൈനി ചേച്ചിയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ ബാലൻ ചേട്ടനാണെങ്കിലും ചേട്ടനാണെങ്കിലും അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ പരിചയമുള്ളവരുമാണ് എല്ലാവരും. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. ഇല്ല, എനിക്ക് ഞാൻ നേരിട്ട ആ ഒരു ഇതായിട്ട് അധികം ടച്ച് വന്നിട്ടില്ല ആ ഒരു സീനിലുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നം തോന്നിയിട്ടൊന്നുമില്ല.